ഹലോ! അങ്ങനെ നമ്മുടെ പത്തരമാറ്റ് പുത്തൻ പ്രൊമോയിലുണ്ടല്ലോ, ദേവയാനി നമ്മുടെ അനാമികയ്ക്ക് വിഷു സമ്മാനമായിട്ട് വില കൂടിയ സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കുവാട്ടോ. അപ്പൊ നമ്മുടെ അനാമിക പറയുന്നുണ്ട്, എനിക്ക് 3 ബ്രാഞ്ചസ് നടത്തുന്നുണ്ട്, നോക്കി നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ് അവനിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ എന്നെ ഒരിക്കലും സ്നേഹിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, മോൾ അങ്ങനൊന്നും പറയല്ലേ, മോൾ അവനെ സ്നേഹിക്കുക, അപ്പൊ അവനും തിരിച്ച് സ്നേഹിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉപദേശിക്കുക കേട്ടോ. അപ്പുറത്തപ്പുറത്ത് നന്ദു നമ്മുടെ നയനയോട് പറയുന്നുണ്ട്, അവനൊരിക്കലും അനാമികയുമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാനാവില്ല ചേച്ചി, അതെനിക്കറിയാം, അവനെ എനിക്ക് അറിയാവുന്നിടത്തോളം വേറെ ആർക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സങ്കടമാകുക കേട്ടോ. ഏറ്റവും ഒടുവിലുണ്ടല്ലോ നമ്മുടെ ആദർശൻ നമ്മുടെ നയനെ പറ്റി ആരെങ്കിലും ഒക്കെ എന്തോ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് എന്ത് പറ്റിയാലും എന്തൊക്കെയായാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അവളെ പറ്റി അറിയാൻ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആദർശന്റെ ഉള്ളിൽ നമ്മുടെ നയനയുടെ അടുത്ത് കുറച്ച് ഗ്യാപ്പ് വീണ് കഴിഞ്ഞു. ആദർശിന്റെ ഭാഗത്തും ശരിയുണ്ട്. ആദർശൻ നയനയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആദർശിന്റെ അടുത്തും എങ്കിലും നമ്മുടെ നയനയ്ക്ക് ആ ഒരു സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താമായിരുന്നു. അമ്മ ഇപ്പോൾ തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ളൊരു കാര്യം നമ്മുടെ ആദർശിനോടെങ്കിലും തുറന്നു പറയാമായിരുന്നു അല്ലെ. ആദർശിന് ഇപ്പൊ മനസ്സിലായി നമ്മുടെ നയന തന്നിൽ നിന്നും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ആദർശിന് ഇപ്പൊ നമ്മുടെ നയനയോട് ഒരു ഗ്യാപ്പ് വന്നിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്നുള്ളത് അല്ലേ. ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.